ചക്കുവള്ളിയിൽ യുവാക്കളെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ നാഗാലാൻഡിലെ ഭീമാപൂരിൽ നിന്നും ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശൂർനാട് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഉള്ള വിവിധ കേസുകളിൽ പ്രതിയായ മൈനാഗപ്പള്ളി വേങ്ങഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം ഗായത്രി ഭവനത്തിൽ ടാറ്റു അപ്പു എന്ന് വിളിക്കുന്ന ധനുഷാണ് പോലീസിന്റെ പിടിയിൽ. കഴിഞ്ഞ മെയ് മാസം 28-ാം തീയതി രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പങ്കാളീസ് എന്ന ക്ലബിനു സമീപം വെച്ച് ചക്കുവള്ളി സ്വദേശികളായ യുവാക്കളെ കാറിടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുകയും ഒഴിഞ്ഞുമാറിയ യുവാക്കളെ സംഘത്തിലുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിൽ സഞ്ചരിച്ചു വന്നവർ ചേർന്ന് മുളകു സ്പ്രേ മുഖത്ത് അടിച്ച ശേഷം കമ്പിവടി കൊണ്ട് അടിച്ചും ബിയർ കുപ്പി ഉപയോഗിച്ച് തലക്കടിച്ച് ഉപദ്രവിച്ചതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ ചുടുകട്ട എറിഞ്ഞു വീഴ്ത്തിയ ശേഷം വീണ്ടും മാരകമായി ഉപദ്രവിക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ചേർന്ന് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് മറ്റൊരു യുവാവിനെയും ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് സംഭവസ്ഥലത്തു നിന്നും കടന്നുകളഞ്ഞ പ്രതികളിൽ ഭൂരിഭാഗത്തെയും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി. പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് സ്ഥലം വിട്ട ധനുഷിനെ കണ്ടെത്താനായി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം ശാസ്താംകോട്ട ഡിവൈഎസ്പി മുകേഷ് GB, ശൂർനാട് ഇൻസ്പെക്ടർ ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ SI ദീപു പിള്ള, SI മാരായ രാജേഷ്, പ്രദീപ്, സതീശൻ, CPO അരുൺ ബാബു, മുഹമ്മദ് അനസ് എന്നിവരടങ്ങിയ സംഘത്തെ നിയോഗിച്ചു. ഈ സംഘം 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രതിയുടെ ജോലിയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പ്രതി നാഗാലാൻഡിലെ ദീമാപൂരിൽ കഴിഞ്ഞുവരുന്നതായി സൂചനകൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിൽപ്പെട്ട SI സതീശൻ, CPO അരുൺ ബാബു, മുഹമ്മദ് അനസ് എന്നിവരെ ദീമാപൂരിലേക്ക് നിയോഗിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്തു നടത്തിയ തിരച്ചിലിൽ ദീമാപൂരിലെ ബാങ്ക് കോളനി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് തദ്ദേശീയ വേഷത്തിൽ നാഗാലാൻഡ് സ്വദേശിനി തന്നെയായ സുഹൃത്തിനൊപ്പം കഴിഞ്ഞുവരികയായിരുന്നു ധനുഷിനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ ദീമാപൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.